بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس والدواب والانعام مختلف الوانه كذلك انما يخشى الله من عباده العلماء. സമാദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ISM സ്റ്റേറ്റ് പ്രസിഡന്റും ഉദ്ഘാടകനുമായ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, കാലാവസ്ഥയുടെ വ്യത്യസ്തമായ അവസ്ഥകളിലും മനസാന്നിധ്യത്തോടെ ഈ വിശാലമായ മൈതാനത്ത് വന്നു ചേർന്നിട്ടുള്ള പടച്ചതമ്പുരാന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സമയബന്ധിതമായ ഒരു വിഷയാവതരണം, കാലം ശക്തമായി ആവശ്യപ്പെടുന്ന മഹത്തായ ഒരു വിഷയത്തിന്റെ പ്രമാണ നിബദ്ധമായ ചിന്തകളുടെ പുതിയ ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടുന്ന ആനുകാലികങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ഒരു വിഷയം, അറിവ് സമാധാനത്തിന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറിവ് ജോലി നേടാൻ, അറിവ് മനുഷ്യന് പുതിയ കണ്ടെത്തലുകളുടെ ലോകത്തേക്ക് കടക്കാൻ എല്ലാം ഉതകുന്ന ഒരു സന്ദർഭത്തിൽ ബോധപൂർവമായി ഒരു മുദ്രാവാക്യം, അറിവ് ഇതിനൊന്നുമല്ല മനുഷ്യരെ, അറിവ് അടിസ്ഥാനപരമായി ജീവിതത്തിലെ സമാധാനത്തിനാകുന്നു എന്ന ബോധപൂർവമായ ഒരിടപെടൽ. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, എനിക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്, നിങ്ങൾക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്. ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ആനന്ദം പ്രകടിപ്പിക്കുമ്പോഴും വേഗത കൂടിയ ശീതീകരിച്ച വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും അമ്പരചുംബികളായ കൊട്ടാരങ്ങളിൽ താമസിക്കുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ പോസ്റ്റിലിരിക്കുമ്പോഴും വലിയ വലിയ സർക്കാർ ഉദ്യോഗങ്ങളിലിരിക്കുമ്പോഴും ഒരുപിടി നൊമ്പരങ്ങളുണ്ട് നമുക്കൊക്കെ, ഇല്ലേ? വേദനിക്കാത്ത, നൊമ്പരമനുഭവിക്കാത്ത മനുഷ്യരുണ്ടോ പ്രിയപ്പെട്ടവരെ ലോകത്ത്? എത്രയെത്ര വേദനകൾ രാജ്യത്തിന്റെ പരമോന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അടിസ്ഥാനപരമായി ഈ ഭൂമുഖത്ത് ഞാൻ സമ്പൂർണ്ണ സമാധാനത്തിലാകുന്നു എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. സമാധാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആപേക്ഷികമായ ഒരു കാര്യമാണ്. എന്തിന് സമാധാനം നഷ്ടപ്പെടുത്തണം മനുഷ്യൻ? എന്തിനു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകണം? ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ മഴ പെയ്യുമോ അസ്വസ്ഥത തോന്നിയില്ലേ? ഒരു സമാധാനക്കേട്. പടച്ചോനെ, നല്ലൊരു സമ്മേളനം വെച്ച് ഇഷ്ടപ്പെട്ട കുറെ പ്രാസംഗികമാർ വരുന്ന ഈ സദസ്സിൽ എന്തിനാ റബ്ബേ ഈ മഴ പെയ്യിപ്പിച്ച്? അസ്വസ്ഥത. നോക്ക്, സെൽഫികൾക്ക് പോലും അസ്വസ്ഥത, അല്ലേ? പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ ചിന്തിക്കാറ്, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ, നീ തടഞ്ഞത് നൽകാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല, അല്ലേ? മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാവണില്ല, നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല, എല്ലാം അല്ലാഹുവിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇവിടെ പരിപാടി നടക്കണം എന്നതും അള്ളാന്റെ തീരുമാനം,
ചെറിയ ചാറൽ മഴ തരുമ്പോ തന്നെ അത് കൊള്ളാനുള്ള ശേഷിയും കരുത്തുമില്ല. പിന്നെ ഇങ്ങനെ പോരാട്ട ചരിത്രത്തിലെ വലിയ അധ്യായങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക? ചെറിയൊരു മഴ കൊള്ളാനുള്ള സന്മനസ് പോലും ഇല്ല. എങ്ങനെ കഞ്ഞിവെള്ളം മുക്കിയ കതറങ്ങാനും നനഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാലോ എന്ന് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോലും സമാധാനക്കേടാണ്. അപ്പൊ ലോകത്തെ ഏതൊരു ചെറിയ കാര്യങ്ങൾക്കും സമാധാനക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ സമാധാനം എന്നത് ലോകത്തിന് കൈമോശം വന്നിട്ട് കുറെ നാളുകളായി. എന്താ ബഷീറെ നീ ഇവിടെ ഇങ്ങനെ? ഒന്നുമില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് കടത്തിണ്ണയില് ബഷീർ നോക്കുമ്പോ വീണ്ടും ബഷീർ അവിടെ തന്നെ ഇരിക്കണത്. എന്താടാ നീ പോയില്ലേ വീട്ടിൽ? എന്താ ഇവിടെ ഇരിക്കണത്? ഒന്നുമില്ല, ദജ്ജാൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതാ ദജ്ജാല്? ഓന്റെ ഭാര്യ. ഓളെ കൊണ്ട് യാതൊരു സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓൾ ഉറങ്ങണ വരെ കാത്തിരിക്കാൻ. ദാമ്പത്യ ജീവിതമൊക്കെ ഇന്ന് ശിഥിലീകരണത്തിലാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണ് ലോകത്ത്, എന്തൊരു കഷ്ടമാണ് ലോകത്ത്. നല്ലൊരു ജീവിതം അല്ലാഹു മനുഷ്യന് സമ്മാനമായി നൽകി. ടെൻഷനൊക്കെ ഉണ്ടാവുന്ന പടച്ചോൻ പറഞ്ഞു, ദുഃഖവും പ്രയാസവും ആകുലതകളും ഒക്കെ ഉള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അറിവ് കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വിജ്ഞാനം നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കൊട്ടാരത്തിൽ ജീവിച്ച ആളാ അല്ല. വാഹനം ഉണ്ടായിരുന്നു അള്ളാന്റെ റസൂലിന്? വലിയ വലിയ വാഹനങ്ങൾ ഇല്ല. വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു റസൂലിന്. ലോകത്തോട് അവസാനമായി വിട പറയുമ്പോ തന്റെ പടയെങ്കിൽ ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ട് 30 സാ നോക്ക് മാവ് വാങ്ങിയിട്ട് ജീവിച്ച റസൂലുള്ള. എന്നാ എന്തെങ്കിലും ഒരു സമാധാനക്കേട് റസൂലിനുണ്ടോ? ഇല്ലല്ലോ. സമ്പത്ത് സമാധാനത്തിന് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. സമ്പത്ത് സമാധാനം നൽകുവോ? ഇല്ലല്ലോ. ഡയാന രാജകുമാരി, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭയായ സുന്ദരി, 7 കോടീശ്വരന്മാരുടെ കൂടെ ജീവിതം പങ്കുവെച്ചിട്ട് സ്വസ്ഥത കിട്ടാതെ പോയ ഡയാന രാജകുമാരി, പാപ്പറാസികളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദ്രുതഗതിയിലുള്ള ഓട്ടത്തിനിടയിൽ ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയ ഡയാന രാജകുമാരി, കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തി ഉണ്ടാക്കി അംബാനിമാർ ആകാശത്തേക്ക് മുട്ടുന്ന ബിൽഡിംഗ് ഉണ്ടാക്കി 3000-ലധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. ബിൽഗേറ്റ്സ്, ലോകം കണ്ട ഏറ്റവും വലിയ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്ന കോടീശ്വരനായ ബിൽഗേറ്റ്സ്, സമാധാനം ഉണ്ടായോ? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തെ കുറിച്ച്? ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി, ഞാൻ നേരെ വിഷയത്തിലേക്ക് വന്നതാണ്. അറിവ് സമാധാനം ഉണ്ടാക്കുന്ന നമ്മൾ വാദിക്കുന്നു. ഏത് അറിവ്? എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് സമാധാനമില്ല. ജൂനിയറായി കടന്നു വന്ന അനുജനെ, മോനെ നീ എന്റെ അനുജനാടാ, ഈ സ്ഥാപനത്തിന് ഇന്നെന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നെന്ന പ്രത്യേകത ഉണ്ട്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയേണ്ട സീനിയറായ വിദ്യാർത്ഥി അവനെ റാഗിങ് ചെയ്യുന്നുവെങ്കിൽ എന്തോ ഒരു മാനസിക വൈകൃതം. അറിയേണ്ടത് അറിയാതെ പോവുകയാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വിദ്യ സർവ്വതിനാൽ പ്രധാനമാണ്. വിദ്യയാണ് എക്സ്പ്രസ് ഹൈവേകളിൽ 2 ഏക്കർ സ്ഥലമുള്ളതിനേക്കാൾ 10 കോടി സെന്റിന് 10 കോടിയുള്ള സ്ഥലം, അല്ലെങ്കിൽ സെന്റിന് 60 ലക്ഷമുള്ള സ്ഥലം, അതിനേക്കാളൊക്കെ പ്രധാനമാണ് അറിവ്. അറിവിനാണ് പ്രധാനം. അറിവിന്റെ മുമ്പിലാണ് മനുഷ്യരെന്നും പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുള്ളത്. അനന്തമായ ആകാശത്തിന്റെ ചുവട്ടിൽ ഹരിതാപമായ ഭൂമിയുടെ മീതെ മനുഷ്യൻ നടത്തിയിട്ടുള്ള പഠനമനനങ്ങളുണ്ടല്ലോ, അത്ഭുതകരമാണെന്ന് ലോകത്തിന്റെ ഘടന. സൂര്യൻ ഇനിയൊരു 500 കോടി വർഷം നിലനിൽക്കുമെന്ന് ശാസ്ത്രം പറയുമ്പോൾ, ഹീലിയം കത്തിച്ചാമ്പലാകുന്നു എന്ന് പറയുമ്പോൾ, H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിച്ചേർന്നതാണ് വെള്ളം എന്ന് പറയുമ്പോൾ, A²AB+B² മാത്തമാറ്റിക്സിന്റെ ബേസിക് തിയറിയാണെന്ന് പറയുമ്പോൾ, ആസ്ട്രോണമിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ജിയോഗ്രഫിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ആനിമൽ പ്ലാനറ്റിലൂടെ, ജിയോഗ്രഫിക്കൽ ചാനലിലൂടെ, ഡിസ്കവറി ചാനലിലൂടെ ആഴക്കടലുകളുടെ അത്ഭുതങ്ങൾ ഒന്നൊന്നായി ആവാഹിച്ചെടുത്തു മനുഷ്യർ കാണുമ്പോഴും, വിജ്ഞാന സാഗരങ്ങൾ സ്ഫോടനാത്മകമായി വളരുമ്പോഴും മനുഷ്യന്റെ അന്തഃപുരങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയാണ്. മോനെ, നിന്നെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് വളർത്തിയ നിന്റെ ബാപ്പയാ വിളിക്കുന്നത് മോനെ, ഒന്ന് വന്നേച്ചു പോടെന്ന് പറയുമ്പോ റിയാളുകളുടെ ദീനാറുകളുടെ പിന്നാലെ, അല്ല യൂറോപ്യൻ സാഹിത്യകാരന്റെ സാഹിത്യങ്ങൾ വായിച്ച് പുതിയ പുതിയ ചിന്തകൾ തലച്ചോറിൽ
കയറ്റി വെച്ച് ഇന്റർനെറ്റിലെ സൈബർ സെക്സ് ആസ്വദിച്ച് മാതൃത്വത്തിന്റെ മഹനീയത ഉൾക്കൊള്ളാതെ പോയ പുതിയ തലമുറയുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ MSM അതിന്റെ ഐതിഹാസികമായ സമ്മേളനം. സയ്യിദ് മുഹമ്മദ് ഷാക്കിർ സാഹിബ് സൂചിപ്പിച്ച പോലെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പുതിയ ചിന്തകളുടെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അറിവ് സമാധാനത്തിന് എന്ന സമ്മേളനം ജനപദങ്ങളുടെ മനസ്സുകളിൽ വിജൃംഭിതമായ ചിന്തകൾ കടത്തിവിട്ട് കടന്നുപോകുമെന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. മുജാഹിദ് പ്രസ്ഥാനം എടുക്കുന്ന ഓരോ പ്രമേയങ്ങളും കാലഘട്ടത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞുള്ളതായത് നമ്മുടെ ആരുടെയും തലച്ചോറിന്റെ മേന്മ കൊണ്ടല്ല. 200 കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം സ്വീകരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള തലച്ചോറിൽ ഈ തോന്നലുണ്ടായത് അള്ളാഹുവിന്റെ ദിവ്യമായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. മക്കൾ തമ്മിൽ ബന്ധമില്ലാത്ത, ഇക്കാക്കയോട് അനുജന് ബന്ധമില്ലാത്ത, അനുജന്റെ വളർച്ചയിൽ ജേഷ്ഠൻ അസൂയ തോന്നുന്ന, ഇത്താത്താന്റെ അഭിവൃദ്ധിയിൽ അനുജന് അസൂയ തോന്നുന്ന, ബാപ്പയും ഉമ്മയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത, മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിൽ ആത്മബന്ധത്തിന്റെ ചരടുകൾ തീർക്കാത്ത ഒരു പുതിയ ലോകം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അനുയായികളെ ചൂഷണം ചെയ്യുകയും ഓൺ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭയായ ജനാധിപത്യം, നേതാക്കന്മാർക്ക് വേണ്ടി നേതാക്കന്മാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട് കോടികൾ കൊണ്ടടയിരിക്കുന്ന പുതിയ ജനാധിപത്യത്തിന്റെ പ്രക്രിയകളുടെ മുമ്പിൽ വേദനിക്കുന്ന നൊമ്പരങ്ങളുമായി മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ പ്രതീക്ഷകൾ നൽകാൻ രാഷ്ട്രനായകന്മാരില്ലാത്ത, ഒരു മഹാത്മാഗാന്ധി തിരിച്ചു വരാത്ത ഒരുപാട് മതാചാര്യന്മാരെ കൊണ്ട് സംഘടിത സമ്മേളനത്തിന്റെ ഭൂമിക ഒരുക്കിയ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ധാർമ്മിക മൂല്യങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്ന, സ്വന്തം അച്ഛനാൽ ഗർഭം ധരിക്കപ്പെടുകയും അച്ഛനാൽ ഗർഭമലസിക്കുന്നതിനു വേണ്ടി ആശുപത്രിയുടെ വരാന്തകളിൽ അച്ഛൻ തന്നെ മോളെ കൊണ്ടുപോവുകയും അച്ഛനാൽ ഗർഭം ധരിച്ച കുഞ്ഞ് അച്ഛന്റെ മുഖത്ത് നോക്കി, അച്ഛാ ഈ വൈകൃതത്തിന് നിങ്ങൾ എന്നെ വിധേയമാക്കിയല്ലോ എന്ന് ആ കരുവാളിച്ച മുഖം ഒരുപാട് മെസ്സേജുകൾ ലോകത്ത് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്നത് പെണ്ണാണെന്നറിഞ്ഞ് അതിനെ കശാപ്പ് ചെയ്യുമ്പോൾ, ഉമ്മ എന്തിനെന്നെ കശാപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ ഉമ്മ കശാപ്പ് ചെയ്തില്ലല്ലോ, എനിക്ക് സാഗരം കാണണം, എനിക്ക് ആകാശം കാണണം, എനിക്ക് ഭൂമി കാണണം, എനിക്ക് ലോകത്തേക്ക് വരണം, എന്റെ സിട്ടാവെന്നെ സൃഷ്ടിച്ച ലക്ഷ്യം പൂർത്തിയാക്കണം, അരുതുമ്മ എന്നെ കൊല്ലരുത് എന്ന് പറയുമ്പോ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഖുർആനാകുന്ന വചനം, ലോകത്തിന്റെ ഇന്നുവരെയുള്ള ഇരുട്ടുകളെ അകറ്റിയ ഖുർആനാകുന്ന വിജ്ഞാനം, അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ വിജ്ഞാന സാഗരങ്ങളിൽ കുളിച്ചു നിന്ന ഏറ്റവും ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഇന്നലകളിൽ അങ്ങനെ ഒരു ചരിത്രമില്ല, അതിനുശേഷം അങ്ങനെ ഒരു ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടില്ല. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ നിരക്ഷരനായി കടന്നു വരികയായിരുന്നു. ഇറാ ഗുഹയിൽ പഞ്ചപുച്ഛമടക്കി നിന്ന ആ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഇറാ ഗുഹയിൽ ഞാൻ ചെന്നപ്പോ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മോഹം ഇതായിരുന്നു. വേദഗ്രന്ഥങ്ങൾ ഒന്നൊന്നായി മാനവതയുടെ വിമോചനത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുകയും അതത് കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ കൈകളിൽ ആ വേദമേൽപ്പിക്കുകയും പിന്നീട് വേദങ്ങളിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടാവുകയും രണ്ടാം അധ്യായം 79-ാമത്തെ വചനം, മനുഷ്യന്റെ ദുഷിച്ച ചിന്തകൾ വേദങ്ങളിൽ പ്രവർത്തിക്കുകയും അവന്റെ ദുരുപഠിതമായ കരങ്ങൾ ദൈവീക വേദത്തിൽ വിക്രിയകൾ കാണിക്കുകയും ചെയ്ത് മനുഷ്യന് വഴിയറിയാതെ തപ്പി നിന്നപ്പോ ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും ആചരിച്ചു പോന്നപ്പോ ഒടുവിലത്തെ ഗ്രന്ഥത്തിന്റെ അവതരണമുണ്ടായി. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും യജുർവേദവും 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളും ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും തെൽമൂദും സെന്നവസ്തും പരാജയപ്പെട്ട് നിന്നിടത്ത് ആ വേദങ്ങളെ മുഹൈമിനായി പ്രൊട്ടക്ട് ചെയ്യുന്ന മോഡറേറ്ററായി അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇറാ ഗുഹയിൽ അവതരിക്കുകയായിരുന്നു. ഒടുവിലത്തെ വഹയിന്റെ തുടക്കത്തിന് വേണ്ടി ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ അള്ളാഹുവിങ്കിൽ നിന്ന് ദിവ്യ സന്ദേശം നെഞ്ചിലേറ്റി കിടന്നു വന്ന് വായിക്കുക പ്രവാചക. ഋഗ്വേദത്തിൽ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. ലോകത്തൊരു വേദവും വായിക്കുക എന്ന് പറഞ്ഞ് കടന്നു വന്നിട്ടില്ല. വായന ലോകത്തിന്റെ സംസ്കാരമാണ്. എവിടെ വായന നശിക്കുന്നുവോ അവിടെ സംസ്കാരം നശിക്കും. എവിടെ വിജ്ഞാനമില്ലാതെ പോകുന്നുവോ അവിടെ സംസ്കാരം പൂജണ്ടിഗിരിയിലാകും. അതുകൊണ്ടാണ് വായന മരവിച്ചു പോയ, അക്ഷരജ്ഞാനമില്ലാത്ത, ടെന്റ് കെട്ടി ജീവിച്ച, ഒട്ടകത്തിന്റെ സഞ്ചാര ദിശക്കനുസരിച്ച് ടെന്റ് കെട്ടിയ, മൈലുകളോളം സഞ്ചരിച്ച് അക്കരപ്പച്ചകൾ തേടി സഞ്ചരിച്ച് ഊശരഭൂമിയിലെ ഊശര ഹൃദയം പേറി
ജീവിച്ച അറബ് ജനതയെ കാൽ നൂറ്റാണ്ടിനുള്ളിൽ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പരിവർത്തനത്തിന്റെ വിധേയമാക്കിയ മഹാരഥനായ പ്രവാചക ചക്രവർത്തി വിശ്വാസരംഗത്തിന്റെ മേന്മ കൊണ്ട്, കർമ്മരംഗങ്ങളുടെ നൈരന്തര്യം കൊണ്ട്, ആചാരങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ട്, സ്വഭാവ സംസ്കാരങ്ങളുടെ പ്രത്യേകത കൊണ്ട് ലോകത്ത് വ്യതിരിക്തമായ ഒരു ജനപദത്തെ സൃഷ്ടിക്കാൻ എങ്ങനെ മുഹമ്മദിനിക്ക് സാധിച്ചു എന്ന് ഗിബ്ബന്റെ വാക്കുകളിലുണ്ട്. യൂറോപ്പിന്റെ കുത്തഴിഞ്ഞ ബർബറുകളുടെ നെറികെട്ട ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് ജനിക്കുന്നത് എന്ന് ഗിബ്ബന്റെ വാക്കുകളിൽ റോമൻ എംപയർ എന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഭൗതികവാദിയായ നിരീശ്വരവാദിയായ മതഗ്രന്ഥങ്ങളെ താറടിച്ചു കാണിച്ച വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഗോൾഡൻ ചൈൽഡ് ഇസ്ലാം കടന്നു വന്ന വിപ്ലവകരമായ നിമിഷത്തെയേറെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറഞ്ഞു, അതിന്റെ 1-ാം വോള്യത്തിൽ പറഞ്ഞു, അറബ് ജനത ചരിത്രത്തിന്റെ ഭാഗമായിരുന്നില്ല. കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത അറബ് ജനത, ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ജീവിച്ച അറബ് ജനത, സംസ്കാരത്തിൽ ഭൂചണ്ഡഗിരിയിൽ നിന്ന് അറബ് ജനത, ആ അറബ് ജനതയെ 2 വിശ്വാസങ്ങളെ കൊണ്ടാണ് മുഹമ്മദ് പരിവർത്തിപ്പിച്ചെടുത്തത്. ഒന്ന്, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനിലേക്കുള്ള ക്ഷണം. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാൻ, മാലിക്കുൽ മുലൂക്കായ രാജാതിരാജൻ. ബുർജ് ദുബായിൽ നടന്ന ഒരു കല്യാണത്തെ കുറിച്ച്, ഒരു സിനിമാ നടന്റെ കല്യാണ ആഘോഷത്തെ കുറിച്ച് ഇന്നലത്തെ പത്രത്തിൽ വായിച്ചു. ബുർജ് ദുബായ് എന്ന് പറയുന്നത് 160-ലധികം വരുന്ന നിലയിലെ ഒരു ഫ്ലാറ്റ് സ്വന്തം ഭാര്യയ്ക്ക് സമ്മാനമായി വിവാഹ വാർഷികദിനം അവതരിപ്പിച്ചപ്പോ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ കൊട്ടാരമുണ്ടല്ലോ, ആ സിംഹാസനമുണ്ടല്ലോ, ആ പടുത്തുയർത്തിയ കൊട്ടാരമുണ്ടല്ലോ, അതിനൊരു ഡിസൈനർ ഉണ്ട്, അതിനൊരു എഞ്ചിനീയർ ഉണ്ട്, അയാൾ വാഴ്ത്തപ്പെട്ടവനാണ്. ലോകത്ത് നിർമ്മിക്കപ്പെട്ട താജ്മഹൽ, അതിന്റെ പിന്നിൽ ഒരാളുണ്ട്, അതിന്റെ മനോഹാരിതയുടെ പിന്നിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, 2000-ലധികം തൊഴിലാളികളുണ്ട്. അതൊക്കെ കാണുമ്പോൾ അത് താനെ ഉണ്ടായി എന്നാരും വിശ്വസിക്കുകയില്ല. ഒരു മുട്ടുസൂചി ചൂണ്ടിക്കാണിച്ച് ഇത് താനെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കുകയില്ല. അതിന് ഫാക്ടറി വേണം, വൈദ്യുതി വേണം, നോളജ് വേണം, മെറ്റീരിയൽസ് വേണം, കമ്പനി വേണം, അതിനാവശ്യമായ അച്ചു വേണം. 6 ഘടകങ്ങൾ ഒരു മുട്ടുസൂചി ഉണ്ടാകണമെങ്കിൽ കൂടിച്ചേരണം. പെരിന്തൽമണ്ണയിലെ ഈ മൈതാനം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ താനെ ഉണ്ടായി, ഈ കേബിൻ ഇവിടേക്ക് താനെ നടന്നു വന്നു, ഈ സ്റ്റേജ് താനെ രൂപപ്പെട്ടു, ഈ ലൈറ്റ് സിസ്റ്റം താനെ ഉണ്ടായി, ഈ മൈക്ക് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് താനെ വന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ഊളംപാറയിൽ കൊണ്ടുപോകണം എന്ന് നിങ്ങൾ പറയും. എങ്കിൽ നിരീശ്വരവാദികളോട്, യുക്തിവാദികളോട്, മതനിഷേധികളോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു സിട്ടാവില്ലെന്ന് പറയാൻ എന്ത് അഡ്രസ്സാണ് നിങ്ങൾക്കുള്ളത്? അനന്തവിസ്തൃതമായ ആകാശഗോളത്തിൽ 13 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെയും അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെയും സംവിധാനിച്ച ഓരോന്നോരോന്ന് അതിന്റെ ഗോളമണ്ഡലങ്ങളിൽ നീന്തി തുടിക്കുന്നത് ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ സൂറത്ത് യാസീൻ 36-ാം അധ്യായം 38-39 വചനങ്ങൾ. സൂര്യൻ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് വമിനന്നാ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിൽ 18-ാമത്തെ വചനത്തിൽ പറയുന്നു, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. സൂര്യനുമതെ, ചന്ദ്രനുമതെ, നക്ഷത്രങ്ങളതെ, വൃക്ഷലതാദികളതെ, എഴുജന്തുക്കളതെ, പറവകളതെ, എല്ലാം റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നു. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, ഈശ്വര വിശ്വാസിയെ, നിരീശ്വരവാദിയെ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ സംവിധാനിച്ച മഹാസംവിധായകൻ, ആ സംവിധായകനെയാണ് അല്ലാഹു എന്ന് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. ആരാണ് അല്ലാഹു? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. ആരെ സൃഷ്ടിച്ചവൻ? മുഹമ്മദിനെയാണോ, പാശ്ചാത്യനെയാണോ, പൗരസ്ത്യനെയാണോ? ജനപദങ്ങളെ, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച അജയ്യനായ പടച്ചതമ്പുരാൻ. കോടാനുകോടി കാനനങ്ങളിലെ, കോടാനുകോടി വൃക്ഷങ്ങളിലെ, കോടാനുകോടി ചില്ലകളിലെ, കോടാനുകോടി ഇലകളിലെ ഒരു ഇല കൊഴിഞ്ഞു വീഴുമ്പോൾ അത് മനസ്സിലാക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ. ലോകത്തിന്റെ ഡെസേർട്ടുകളിൽ ഏതോ ഒരു ഡെസേർട്ടിലെ കാറ്റടിച്ച് മണൽക്കുന്നിന്റെ സ്ഥാനചലനം ഉണ്ടാകുന്നുവെങ്കിൽ ആ മണൽത്തരികളെ കുറിച്ച് പോലും സൂക്ഷ്മമായി അറിയുന്ന ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും, നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് അറിയുന്ന വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാളും അടുത്ത പെണ്ണേ, നിന്റെ കണ്ണിന്റെ
കണ്ണിന്റെ കെട്ടുനോട്ടമറിയുന്ന പുരുഷാ, നിന്റെ കണ്ണിന്റെ കെട്ടുനോട്ടമറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനില്ലേ, അവനാണ് നിന്നെ സംവിധാനിച്ചത് എന്ന ബോധത്തിലേക്ക് ഖുർആനിന്റെ 2-ാം അധ്യായം 285-ാമത്തെ വചനം, ഖുർആനിന്റെ 50-ാം അധ്യായം 16-ാമത്തെ വചനം എത്ര വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വമിനന്നാസി വദ്ദവാബി വല്ലൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മനുഷ്യന്റെ നിറവർണം, കറുത്ത മനുഷ്യൻ, വെളുത്ത മനുഷ്യൻ, കറുപ്പും ചുവപ്പും ചേർന്ന മനുഷ്യൻ, ചാരനിറമുള്ള മനുഷ്യൻ, ജന്തുലോകങ്ങളിലെ വൈവിധ്യതകൾ, പർവ്വതങ്ങളിലെ വൈവിധ്യതകൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് നിനക്ക് പറയാൻ കഴിയണം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, ആകാശഭൂമി നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ല, ഇതിന്റെ പിന്നിലെല്ലാം ഒരു കൃത്യതയുണ്ട്. ഇന്റർസിറ്റി 6:45 വരുമെന്ന് പറഞ്ഞാൽ 7:45 8:45 ചിലപ്പോൾ വന്നില്ല എന്ന് വരും. ജനശതാബ്ദി അത് വരുമെന്ന് പറഞ്ഞാൽ വരും, വരാതിരിക്കും. നേരം മുഴുവൻ താമസിക്കും. 6:30 സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ 6:29 6:31 മൈക്രോ സെക്കൻഡ് വ്യത്യാസപ്പെടുമോ? ഇല്ല. അതാര് നിയന്ത്രിക്കുന്നു? അവനാണ് അല്ലാഹു. ആ അല്ലാഹുവിലേക്കാണ് ലോകത്തെ ക്ഷണിക്കുന്നത്. ആ അറിവാണ് ഏറ്റവും വലിയ അറിവ്. സ്വന്തം ജന്മം നൽകിയ മാതാവിനെ ഒരുത്തൻ അറിയുന്നില്ലെങ്കിൽ അവൻ എന്തൊരു ബോഷ്കനാണ്. ജന്മം നൽകിയ മാതാവിനെ, നൊന്ത് പ്രസവിച്ച ഉമ്മാനെ ഒരു മകൻ തിരിച്ചറിയാതെ പോവുകയോ? അങ്ങനെ വരാൻ വഴിയില്ല. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാതുൽ ലിൽ മുഖ്മിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. വിശുദ്ധ ഖുർആൻ 51-ാം അധ്യായം അദ്ദാരിയാത്ത് 20-21 വചനങ്ങൾ. ലോകം, ഭൂമി നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അത്ഭുതങ്ങളുടെ കലവറയാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരാൾക്കും ഒരാളെ പോലെ ഉമിനീരില്ല, ഒരാൾക്കും ഒരാളെ പോലെ തലമുടിയില്ല, ഒരാൾക്കും ഒരാളെ പോലെ കൃഷ്ണമണിയില്ല, ഒരാൾക്കും ഒരാളെ പോലെ വിരടയാളമില്ല, ഒരാൾക്കും ഒരാളെ പോലെ ശരീരത്തിന്റെ ഗന്ധമില്ല. 714 കോടി മനുഷ്യരുടെ തലമുടിയും വ്യത്യസ്തം. അതുപോലെ അവരുടെ നാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീര് വ്യത്യസ്തം, അവരുടെ ശരീരത്തിന്റെ ഗന്ധം വ്യത്യസ്തം. ഇതൊക്കെ വ്യത്യസ്തമായി സൃഷ്ടിച്ച പടച്ചവൻ ചോദിക്കുന്നു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ കാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബലാ കാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഫിംഗർ പ്രിന്റ്, മനുഷ്യന്റെ വിരലടയാളം, കുറ്റകൃത്യങ്ങളുടെ സിമെന്റഡ് പ്രൂഫ്, സോളിഡ് എവിഡൻസ്, അത് മനുഷ്യന്റെ വിരലടയാളമാണ്. അത്ഭുതമെന്താ? അത്ഭുതമെന്താ? ഇന്തോനേഷ്യയിലെ ഏതോ ഒരു പ്രദേശത്ത് ഒരു ചെറ്റക്കുടിലിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവന്റെ വിരലടയാളം പെരിന്തൽമണ്ണയിലെ ബഷീറിന്റെ വിരലടയാളം പോലെ ഇല്ല. അത് പടച്ച തമ്പുരാൻ അറിയാം. ഒരാളുടെ വിരലടയാളവും ഒരുപോലെയല്ല, മാറിപ്പോകുന്നില്ല, സാമ്യതയില്ല. രണ്ടാളുകളുടെ വിരലടയാളം ഒരേപോലെയില്ല. അതുകൊണ്ട് പടച്ചവൻ ചോദിക്കുന്നു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. നുരിമ്പിയെ എല്ലായതിനു ശേഷം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എല്ലാം ഇപ്പോൾ എല്ലല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയി അല്ലേ? ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ പടച്ച തമ്പുരാനിലേക്കാണ് ലോകത്തെ നമ്മൾ ക്ഷണിക്കുന്നത്. സമാധാനം ഉണ്ടാകാത്തത് എന്താ? സമാധാനം ലോകത്തുണ്ടാകാത്തത് എന്താ? മകന് രോഗം വന്നു, ദേവിയിലേക്ക് ചെന്നു. ടി.എ. റസാഖ്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ടി.എ. റസാഖ് പറയാൻ, മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ എഴുതുകയാണ്, ഞാൻ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോയി. ആദ്യമായി ഞാൻ മൂകാംബിക അമ്മയെ വണങ്ങി ആരാധിച്ചു. അന്ന് എനിക്കുണ്ടായ നിർവൃതിക്കെതിരില്ല. അത് തുടക്കമായിരുന്നു. സിനിമാ സംവിധായകൻ കമലിന്റെ കൂടെയായിരുന്നു പോയത് എന്ന് ടി.എ. റസാഖ് പറയും. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സ്വീകരിച്ച ഒരു മുസൽമാന്റെ വീട്ടിൽ ജീവിച്ച അബ്ദുർ റസാഖ് പറയണത്, എനിക്ക് എന്റെ ഉമ്മയോട് മനസ്സു തുറക്കുന്നതിനേക്കാൾ ഞാൻ മൂകാംബിക ദേവിയുടെ മുമ്പിൽ മനസ്സു തുറക്കുന്നു എന്ന്. എന്റെ സങ്കടങ്ങൾ, എന്റെ ആകുലതകൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ മനോവ്യതകൾ, എന്റെ രോഗാതുരമായ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങൾ മൂകാംബിക ദേവിയുടെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുന്നു എന്ന്. മനുഷ്യരെ സാഗരം സൃഷ്ടിച്ച റബ്ബിനോട്, ആകാശം സൃഷ്ടിച്ച റബ്ബിനോട്, സൂര്യനെ നിയന്ത്രിക്കുന്ന റബ്ബിനോട്, ഭൂമിയെ സംവിധാനിച്ച റബ്ബിനോട്, കൃമികീടങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബിനോട്, ഒരു മിനിറ്റിൽ 72 തവണ സ്പന്ദിക്കുന്ന ഹൃദയത്തെ സംവിധാനിച്ച റബ്ബിനോട്
ഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നായകൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാ പറയുന്നത്. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. മഴ നിയന്ത്രിക്കുന്ന, സൂര്യനെ നിയന്ത്രിക്കുന്ന ആ പടച്ച തമ്പുരാനോട്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ് ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. നോക്കൂ, വല്ലാത്തൊരു പ്രഖ്യാപനം. നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ മേലാത്ത തൂണുകളാൽ അല്ലാഹു ആകാശത്തെ നാട്ടി നിർത്തി. ഭൂമി നിങ്ങളെയും കൊണ്ടിളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കി. ശ്രീരാമനല്ല പർവ്വതം നിർമ്മിച്ചത്, ശ്രീകൃഷ്ണനല്ല പർവ്വതം നിർമ്മിച്ചത്, മുഹമ്മദ് നബി അല്ല പർവ്വതം സംവിധാനിച്ചത്, യേശുക്രിസ്തുവല്ല പർവ്വതം സംവിധാനിച്ചത്. പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലിലാഹ് അല്ലാഹു. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر. രാവ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. രാവിനെ പടച്ചവൻ അല്ലാഹ്. ഏതോ ഒരു രാവിൽ ജനിച്ച ആള് ദൈവമല്ല. ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച ശ്രീകൃഷ്ണൻ ദൈവമല്ല. ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള തിങ്കളാഴ്ച പ്രഭാതത്തിൽ ജനിച്ച മുഹമ്മദ് അല്ലാഹുവിന്റെ വായു ശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ വെള്ളം കുടിക്കുന്ന, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവ്യത്വം അവകാശപ്പെട്ടില്ല, ദൈവാവതാരമാണെന്ന് പറഞ്ഞില്ല. മറിച്ച് രവിശങ്കറിനോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, കൈരളിയുടെ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, അങ്ങ് ദൈവമാണോ? അങ്ങയെ എന്താ വിളിക്കേണ്ടത്? ജനങ്ങൾ എന്നെ എന്തും വിളിച്ചു കൊള്ളട്ടെ, ദൈവമെന്ന് വിളിക്കട്ടെ, അവതാരമെന്ന് വിളിക്കട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന അഹങ്കാരമാണ്, ദുരഭിമാനമാണ്. നമ്മൾ എന്താണോ അതേ നമ്മളെ വിളിക്കാവൂ, എന്തും വിളിക്കാൻ പാടില്ല. ഒരാളുടെ മുഖത്ത് നോക്കി കള്ള, ചെമ്മാടി എന്നൊരാൾക്ക് വിളിക്കാൻ ലൈസൻസ് കൊടുത്തുകൂടാ. മുഹമ്മദ് നബിയോട് 14 നൂറ്റാണ്ട് മുമ്പ് അറബ് ജനത ചോദിച്ചു, അങ്ങുന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? അങ്ങാരാണ്? അങ്ങാരാണ്? ഖുലൂ, നിങ്ങൾ എന്നെ വിളിക്കണം, നിങ്ങൾ എന്നെ വിളിച്ചോളൂ. അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. കണ്ടോ, ഞാനൊരു ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണ്, ദിവ്യത്വമുണ്ട്, നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ എന്ന് പറയാനല്ല. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറാ. ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം ക്രിസ്ത്യാനികൾ ഈസാ നബിയെ വെക്കേണ്ടിടത്ത് വെക്കാതെ ദൈവത്തിലേക്ക് ഉയർത്തിയതാണ്. ലാ തഗ്ലൂ ഫീ ദീനിക്കും യാ അഹ്ലൽ കിതാബ്. അല്ലയോ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും. മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. മതത്തിലെ അതിരുകവിച്ചിൽ മനുഷ്യന്റെ തീവ്രവാദത്തിന്റെ ഭാഗമാണ്. മതത്തിലെ അതിരുകവിച്ചിൽ തീവ്രവാദമാണ്, ഭീകരവാദമാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. നിങ്ങൾ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ്. മധ്യമ നിലപാടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ പ്രത്യേകത. തീവ്രവാദമില്ലാത്ത, അങ്ങേയറ്റത്തും മിതത്വമില്ലാത്ത, രണ്ടിന്റെയും ഇടയിൽ ജീവിക്കുന്ന ഉന്നതമായ ഒരു ജനപദമാണ് നിങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അടിമയാണ്, മാതൃകായോഗ്യനായ പ്രവാചകനാണ്. ഒരു നല്ല ഭർത്താവ് എന്ന നിലയിൽ, ഒരു നല്ല മകൻ എന്ന നിലയിൽ, ഒരു നല്ല പിതാവ് എന്ന നിലയിൽ, ഒരു നല്ല പിതാമഹൻ എന്ന നിലയിൽ, ഒരു നല്ല രാഷ്ട്രനായകൻ എന്ന നിലയിൽ, ഒരു നല്ല നീതിയുടെ കാവലാൾ എന്ന നിലയിൽ, ഒരു നല്ല കച്ചവടക്കാരൻ എന്ന നിലയിൽ, ഒരു നല്ല അയൽവാസി എന്ന നിലയിൽ, ഒരു നല്ല മതപ്രബോധകൻ എന്ന നിലയിൽ, ഒരു നല്ല മദ്യവിരുദ്ധ സമീപനം സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ, വ്യഭിചാരത്തിനെതിരെ ഉജ്ജ്വലമായ തത്വങ്ങൾ മെനഞ്ഞ മഹാനേതാവ് എന്ന നിലയിൽ, അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച മഹാവ്യക്തിത്വം എന്ന നിലയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യന സമുന്നിത മഹാമതിദിക്കാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരു പ്രവാചകൻ വരും, മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും, ശിഷ്യശാഖാ സമുന്നിതം, ശിഷ്യന്മാരോടുകൂടി വാഴുകയും ചെയ്യുമെന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ. ആ ലോകത്തിന്റെ പ്രവാചകൻ അവതരിപ്പിച്ച സിദ്ധാന്തം ലോകത്ത് ശാന്തത നൽകി. അലാ അലാ, അറിയണം, യഥാർത്ഥ അറിവതാ. അലാ, അറിയണം. അറബി ഭാഷയിൽ അലാ എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാൻ. അലാ, നിങ്ങൾ അറിയണം. എന്തറിയണം? ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് സമാധാനം വേണോ? നിങ്ങൾക്ക് ശാന്തി വേണോ? നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ പടച്ച തമ്പുരാനെ സ്മരിക്കണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തോ, അല്ലാഹു നിങ്ങളെ ഓർക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. 13-ാം അധ്യായം സൂറത്ത് റഅദ് 28-ാമത്തെ വചനം, 2-ാം അധ്യായം സൂറത്ത് ബഖറ 152-ാമത്തെ വചനം. അതെ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്ക്, ദൈവത്തെ ഓർക്ക്. ഇതാ ഈ അടുത്ത കാലത്ത് നടന്ന വളരെ പ്രസിദ്ധ, നോക്കൂ, സിഗ്മണ്ട് ഫ്രോയിഡ്, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരൻ, മനഃശാസ്ത്രകാരൻ, പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ, സമാധാനമില്ലാതെ പോയ മനഃശാസ്ത്രജ്ഞനായിരുന്നു.
സിഗ്മണ്ട് ഫ്രോയിഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. യുവാക്കളെ, നിങ്ങൾ ഫ്രോയിഡിനെ അറിയണം. യുവാക്കളെ, നിങ്ങൾ ഫ്രോയിഡിനെ മനസ്സിലാക്കണം. സിഗ്മണ്ട് ഫ്രോയിഡ് അനവധി മനുഷ്യരുടെ മനസ്സിനെ കുറിച്ച് അഗാധമായി പഠിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ഉന്നതനായ ശാസ്ത്രകാരൻ സ്ത്രീകൾക്കുണ്ടായ കുടുംബ പ്രശ്നങ്ങളെ അപകൃതന സ്വഭാവത്തോടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള തെറ്റിനെ കൂട്ടിച്ചേർത്ത മഹാനായ ശാസ്ത്രകാരൻ സിഗ്മണ്ട് ഫ്രോയിഡ്. ലോകത്തിന്റെ പ്രശ്നങ്ങളെ അപകൃതന സ്വഭാവത്തോടെ പഠിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ, സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാനാകാതെ, അർബുദ രോഗം പിടിപെട്ട് രോഗത്തെ സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്ന് പ്രഗത്ഭനായ ഡോക്ടറുടെ കാതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു വാർത്ത പറഞ്ഞു. അറിയുമോ യുവാക്കളെ, എന്ത് എന്ന്? അങ്ങനെ കൊന്നു തരണം, എന്നെ വധിക്കണം, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാ. ആയിരങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന തത്വശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ അനവരതം വാക്തോരാതെ സംസാരിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ലോകത്ത് വിപ്ലവങ്ങൾ നയിച്ച VI ലെനിൻ വാതരോഗം വന്ന് കിടക്കുന്നു. VI ലെനിൻ ജോസഫ് സ്റ്റാലിന് കത്തെഴുതി, സ്റ്റാലിൻ, എന്റെ ശരീരം മുഴുവനും തളർന്നിരിക്കുന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടാൽ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, അങ്ങ് സൈനൈഡ് കൊണ്ടുവാ എന്നാ പറയുന്നത് അല്ലേ? ആർത്തിരമ്പുന്ന തിരമാലകളോട് മല്ലിട്ട് വഞ്ചിയിറക്കി ആഴക്കടലിൽ പോയി നടുക്കടലിൽ കൊമ്പനെ പിടിച്ചു തിരിച്ചു പോരുന്ന മുക്കുവന്റെ മനോഗതമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഗതമെന്നാണ് അമേരിക്കൻ ഗറില്ല പോരാളി ചെഗുവേര പറഞ്ഞ വാക്കുകൾ. പക്ഷേ കമ്മ്യൂണിസത്തിന്റെ ആധികാരിക ആചാര്യനായ VI ലെനിന് വാതരോഗത്തെ പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഏത് അറിവ് മനുഷ്യന് സമാധാനം നൽകും? കേട്ടോ, ഒരൊറ്റ സംഭവമാണ് പറയുന്നത്. ഉർവത്ത് ബിൻ സുബൈർ, വിശ്വപ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ. കേൾക്കണം, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ, ഇത് പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, പ്രബോധക സംഘങ്ങൾ, ഉജ്ജ്വലരായ വാഗ്മികൾ എല്ലാം ഉള്ള ഒരു സദസ്സിലാണ് ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങൾ നങ്കൂരമിടുമ്പോ സഹിക്കാൻ കഴിയുമോ? നേരിടാൻ കഴിയുമോ? നെഞ്ചൂക്കൂടെ ഏറ്റെടുക്കാൻ കഴിയുമോ? ഭാര്യയെ സമാധാനിപ്പിക്കാൻ, മക്കളെ സമാധാനിപ്പിക്കാൻ, അയൽപ്പക്കത്തെ സമാധാനിപ്പിക്കാൻ, ബാപ്പ മരിച്ചു പിരിയുമ്പോ, ഉമ്മ മരിച്ചു പിരിയുമ്പോ, ഭാര്യ മാരക രോഗത്തിന് അടിമപ്പെടുമ്പോ, മക്കൾ പിഴച്ചു പോകുമ്പോ, അന്യപുരുഷന്റെ കൂടെ മകൾ ഓടിപ്പോകുമ്പോ, പരീക്ഷണങ്ങൾ നങ്കൂരമിടുമ്പോ, ഒരു സത്യവിശ്വാസിനിക്ക് പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി. ഉർവത്ത് ബിൻ സുബൈർ, കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വലതുകാലിന് പഴുപ്പ് ബാധിച്ചു. അദ്ദേഹത്തിന്റെ വലതുകാൽ, സഹോദരിമാരെ, സിനിമ കാണുന്ന ലാഘവത്തോടെ, ഒരു കഥ പറയുന്ന ലാഘവത്തോടെ എന്റെ പ്രസംഗത്തെ നിങ്ങൾ കേൾക്കരുത്. ഒരു ഇസ്ലാമിക പ്രസംഗത്തെയും നിങ്ങൾ കേൾക്കരുത്. മാറാൻ, നെഞ്ചകത്ത് സ്വീകരിക്കാൻ, പരിവർത്തനം ഉണ്ടാകാൻ, അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത്. ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുടക്കുന്ന സലഫി പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഉർവത്ത് ബിൻ സുബൈർ വലതുകാലം മുറിക്കാൻ തീരുമാനിക്കപ്പെട്ടപ്പോ ഡോക്ടർമാർ പറഞ്ഞു, ഉർവത്ത് ബിൻ സുബൈർ, അങ്ങയുടെ വലതുകാലം മുറിക്കണമെങ്കിൽ അനസ്തേഷ്യക്ക് വിധേയമാക്കണം, അങ്ങയെ മഴക്കി കിടത്തണം, അങ്ങ് മഴകിപ്പോകുന്ന അബോധാവസ്ഥയിലാവുന്ന മരുന്ന് കഴിക്കണം എന്ന് ഉർവത്ത് ബിൻ സുബൈറിനോട് പറഞ്ഞു. ഉടനെ ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞ വാക്കുകൾ, സഹോദരി ഭർത്താവിനെ ഓർമ്മപ്പെടുത്തണം, സഹോദരി മക്കളെ ഓർമ്മപ്പെടുത്തണം, സഹോദരി ലോകത്തെ ഓർമ്മപ്പെടുത്തണം. ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, എന്റെ നാഥനെ മറക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മറക്കുന്ന ഒരു അബോധാവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. എനിക്ക് എന്റെ നാഥനെ സ്തുതിക്കണം, എനിക്ക് എന്റെ നാഥനെ വാഴ്ത്തണം. അതുകൊണ്ട് എന്റെ വലതുകാല് പച്ചക്ക് മുറിച്ചു മാറ്റണം. ഒരു ചെറിയ ഇഞ്ചക്ഷൻ താങ്ങാൻ കരുത്തില്ലാത്ത, ഒരു ചെറിയ ആണി കയറിയാൽ ക്ഷമിക്കാൻ കരുത്തില്ലാത്ത, കല്ലിൽ കാല് വെച്ച് കുത്തിയാൽ പണ്ടാരടങ്ങാൻ എന്ന് പറയുന്ന നെറ്റിത്തടമ്പിൽ തഴമ്പുള്ള മുസൽമാനെ ഉർവത്ത് ബിൻ സുബൈർ, നീ അറിയണം, വലതുകാല് പച്ചക്ക് മുറിച്ചു മാറ്റാൻ ഉർവത്ത് ബിൻ സുബൈർ ആവശ്യപ്പെടുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഉർവത്ത് ബിൻ സുബൈറിന്റെ വലതുകാല് മുറിച്ചു മാറ്റുന്നു. ഹാ ഹോ എന്ന നിരക്കം പോലുമില്ലാതെ പുഞ്ചിരി തൂകിയ മുഖവുമായി ഉർവത്ത് ബിൻ സുബൈർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് വരികയാണ്. ഓടി വന്നിട്ട് ഒരാൾ വിളിച്ചു പറയുന്നു, ഉർവത്ത് ബിൻ സുബൈർ, 7 മക്കളിൽ അങ്ങയുടെ 7 മക്കളിൽ ആൺകുട്ടി ടെറസിൽ നിന്ന് വീണ് മരിച്ചിരിക്കുന്നു എന്ന്, അങ്ങയുടെ ആൺകുട്ടി മരിച്ചിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്, ഉർവത്ത് ബിൻ സുബൈറിന്റെ വാക്ക് അൽഹംദുലില്ലാഹ് മുജാഹിദുകൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല, ആധുനിക മുസ്ലിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടുണ്ടോ? എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബാണെന്ന് സൂറത്ത് ആൽ
ആലിമ്രാനിലെ വചനം അവരുടെ മനോമുഖരത്തിൽ ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും നടക്കില്ലെന്ന ഉത്തമ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ കയറിയിട്ടുണ്ടോ? ഉർവത്ത് ബിൻ സുബൈർ സ്വന്തം മകൻ മരിച്ചു എന്നാ അറിയണത്. മുറിച്ച കാലുമായി ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തു വരുമ്പോ, പടച്ചോനെ നീ എന്നെ പരീക്ഷിച്ചല്ലോ എന്ന വിലാപമല്ല, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉർവത്ത് ബിൻ സുബൈറിനോട് ചോദിച്ചു, സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറയേ? സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് പറയേ എന്ന് ചോദിച്ചപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 7 മക്കളെ തന്നു, എന്റേതല്ലാതെ 7 മക്കളെയും എന്റെ റബ്ബ് തന്നതാ. എന്റെ റബ്ബ് തന്നതിൽ ഒന്നിനെ എന്റെ റബ്ബ് തിരിച്ചെടുക്കുമ്പോ ഞാൻ എന്തിനു വേദനിക്കണം? 6 എണ്ണത്തെ റബ്ബിനെടുക്കാമായിരുന്നു, 7 എണ്ണത്തെ റബ്ബിനെടുക്കാമായിരുന്നു. എന്നിട്ടും എന്റെ റബ്ബ് എന്നോട് ഔദാര്യം കാണിച്ചില്ലേ? അൽഹംദുലില്ലാഹ്. ഒന്നുകൂടെ മനസ്സിലാക്കണം, ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ ബാപ്പ എന്ത് പറഞ്ഞു എന്ന് മലക്കുകളോട് അല്ലാഹ് ചോദിക്കുമെന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിതാവിന് ബൈത്തുൽ ഹംദുണ്ട്, ബൈത്തുൽ ഹംദുണ്ട്. ഈ വിശ്വാസമാണ് മുസൽമാനെ പിടിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം. നാം അറിയണം, പ്രിയപ്പെട്ടവരെ, നാം അറിയണം, ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റായ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കലാസൃഷ്ടികൾ പരിപൂർണതയിലെത്തണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പല അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളും പൂർണ്ണത പ്രാപിക്കാതെ പോയപ്പോ അദ്ദേഹം അസ്വസ്ഥനാവുകയാണ്, മാനസികമായ രോഗത്തിനടിമപ്പെടുകയാണ്, ഒരുതരം രോഗിയായി മാറുകയാണ്, ചിത്തഭ്രമം പിടിപെടുകയാണ്. അദ്ദേഹത്തെ ഡോക്ടർ ചികിത്സിച്ചു, അദ്ദേഹം പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ലോകം കണ്ട കാർട്ടൂണിസ്റ്റിന്റെ അവസ്ഥ ഇതാ. നോക്കണേ, പ്രഗത്ഭനായ, ഞാൻ നിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു തരാം, മനസ്സിലാക്കി തരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിലെ കാതലായ വശങ്ങളിൽ ഒന്നതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണത്? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന വിൻസെന്റ് പീലിയുടെ അടുക്കൽ ഒരു കോടീശ്വരൻ വന്നു. ആ കോടീശ്വരൻ വന്നിട്ട് പറയുന്നത് ഇതാണ്, എനിക്ക് കോടിക്കണക്കിന് പണമുണ്ട്, കോടിക്കണക്കിന് പണമുണ്ട്, ഒരുപാട് ആസ്തികളുണ്ട്, വാഹനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് ടെൻഷനാണ്, സമാധാനമില്ല, എന്റെ മനസ്സ് വേദനിക്കുകയാണ്, അങ്ങനെയൊരു മാർഗം പറഞ്ഞു തരണം. പ്രഗത്ഭനായ മനഃശാസ്ത്രജ്ഞൻ ഈ കോടീശ്വരനെ കൂട്ടി എവിടേക്കാ പോയതെന്നറിയുമോ? ശ്മശാനത്തിലേക്കാണ്. മൂകമായ ശ്മശാനം, ദുഃഖങ്ങളില്ലാത്ത ശ്മശാനം, ഒച്ചയില്ലാത്ത ശ്മശാനം. എന്തേ അതിലൂടെ സൂചിപ്പിക്കുന്നത്? ദുഃഖങ്ങളില്ലാത്ത ആരും ലോകത്തില്ല. ശ്മശാനത്തിലല്ലാതെ ലോകത്തെവിടെയും എന്തുണ്ട്? വൈറ്റ് ഹൗസിലെ ബരാക് ഒബാമക്ക് ദുഃഖമുണ്ട്, പിന്നെ കഴിഞ്ഞുപോയ പ്രധാനമന്ത്രിക്ക്, പ്രസിഡന്റിന് ദുഃഖമുണ്ട്, ഏരിയൽ ഷാരോന് ദുഃഖമുണ്ട്, പ്രധാനമന്ത്രിക്ക് ദുഃഖമുണ്ട്, എനിക്കും നിങ്ങൾക്കും ദുഃഖമുണ്ട്. പക്ഷെ ഒരു മുഅ്മിനിന്റെ ദുഃഖം എന്താണ്? അത് നെഞ്ചിലേറ്റാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഉർവത്ത് ബിൻ സുബൈർ വീണ്ടും പറഞ്ഞു, എനിക്ക് അല്ലാഹു 2 കൈ നൽകി, എനിക്ക് അല്ലാഹു 2 കാല് നൽകി, എന്റെ ഒരു കാല് മാത്രമേ അവൻ എടുത്തിട്ടുള്ളൂ എന്ന്. ദുബായിൽ ആക്സിഡന്റ് പറ്റി, കാല് കംപ്ലീറ്റ് മുട്ടിന്റെ തായോട്ട് പൊട്ടി നുറുങ്ങി 50-ലധികം കമ്പിയിട്ട ഒരാളെ മിംസിൽ ചെന്ന് ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറഞ്ഞു കൊടുത്തു. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദനകൾ, അവന്റെ ആകുലതകൾ, അവന്റെ മനോവ്യതകൾ, അത് അവന്റെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ള പോലും അവന്റെ പാപം പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന ഏതറിവ് നമുക്ക് സമാധാനം നൽകും? രോഗം വരുമ്പോ സ്വസ്ഥമാണ്, പണ്ടാരമടങ്ങാൻ എന്ന് പറയാത്ത എത്ര പേർ നമുക്കിടയിലുണ്ട്? നിങ്ങൾക്കറിയുമോ? അറിവിന്റെ അഭാവമാണ് പ്രശ്നമുണ്ടാക്കുന്നത്. രോഗം പരീക്ഷണമാണ്, രോഗം അനുഗ്രഹമാണ്. പനി പിടിച്ചു വരച്ച ഒരു സ്ത്രീ പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇടപെടുകയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, നരകത്തിലെ ചൂടിലെ ഒരു ചൂടാണ് പനി. സഹീഹ് മുസ്ലിമിൽ കാണാം, നരകത്തിന്റെ ചൂടിലെ ഒരു ചൂടാണ്. എത്ര ശക്തമായി പനിക്കുന്നുവോ അത്രയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്തുണ്ട്? പനിക്കെട്ട് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുമെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അറിവിലേക്ക് മനുഷ്യൻ വളരണം. അപസ്മാര രോഗിയായ സ്ത്രീ പ്രവാചക സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അപസ്മാരം മാറ്റാൻ അങ്ങൊന്ന് രാജാതിരാജനായ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി ചോദിച്ചു, പെണ്ണേ, ഞാൻ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, പക്ഷേ അപസ്മാര രോഗം നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. കണ്ടോ, രോഗത്തെ കുറിച്ച് അതുവരെയുള്ളവരുടെ കാഴ്ചപ്പാട് അതൊരു പരീക്ഷണവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മ്ലേച്ഛതയും മാനതയും എല്ലാ പ്രശ്നമാണ്. കാരണം അവരുടെ നഗ്നത വെളിവാകുമായിരുന്നു.
ഈ വാർത്ത കേട്ടപ്പോ അറിയേണ്ട അറിവ് അറിയേണ്ട സ്രോതസ്സിൽ നിന്ന് കിട്ടിയപ്പോ എന്താ അറിവ്? അപസ്മാര രോഗം ക്ഷമിച്ചാൽ സ്വർഗമുണ്ട് എന്ന അറിവ്. ഈ അറിവ് വന്നപ്പോ ആ പെണ്ണ് ഉടനെ പറയാൻ, എനിക്ക് അപസ്മാര രോഗം മാറണ്ട, എനിക്ക് സ്വർഗം മതി. പക്ഷേ അങ്ങൊന്ന് എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രമേയ രോഗം ഒരു അനുഗ്രഹമാണ്, ക്യാൻസർ ഒരു അനുഗ്രഹമാണ്, രക്തസാക്ഷിയുടെ ഉദര സംബന്ധമായ രോഗം രക്തസാക്ഷിയുടെ കൂലിയാണ്. ഈ വിവരമുള്ളവന് ഉദരരോഗം ഒരു പ്രയാസമാണോ? മാത്രവുമല്ല, രോഗം എത്ര കണ്ട് ബാധിക്കുന്നുവോ അത്ര കണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന അറിവ് എത്ര വലിയ അറിവാണ്. തലമുടി നിരക്കുമ്പോൾ അസ്വസ്ഥമാകും ആളുകൾ, താടി നിരക്കുമ്പോൾ അസ്വസ്ഥമാകും ആളുകൾ. അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ കാണാം, ഒരു മനുഷ്യന്റെ മുഖത്ത് എത്ര താടി നിരക്കുന്നുവോ അത്ര പാപം പുറത്തു കിട്ടും. ഒരു മനുഷ്യന്റെ തലയിൽ എത്ര മുടി നിരക്കുന്നുവോ ആ എണ്ണത്തിനനുസരിച്ച് പാപം പുറത്തു കിട്ടും. എങ്കിൽ അസ്വസ്ഥമാകുമോ? സമാധാനക്കേടുണ്ടാകുമോ? രോഗത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വീക്ഷണം എന്താ? റബ്ബാണ് രോഗം നൽകുന്നത്, അത് ശിഫയാക്കാൻ കഴിവുള്ളവനവനാണ്. മനുഷ്യനെ രോഗിയാക്കുന്നത് വഴി റബ്ബ് കാരുണ്യത്തിന് വിരുദ്ധം ചെയ്തിട്ടില്ല. റബ്ബിന്റെ കാരുണ്യമാണ് രോഗം. രോഗത്തിലൂടെ മനുഷ്യനെ പെർഫെക്റ്റ് ആക്കിയെടുക്കുക. അഗ്നിജ്വാലകളിലിട്ട് സ്വർണം ഉരുക്കിയെടുത്ത് മാലിന്യം നീക്കുന്ന പോലെ രോഗത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഉന്നതമായ ഒരു കാര്യം. വല്ലാത്തൊരു ചോദ്യം. അല്ല, സ്വർഗത്തിലേക്ക് പാഞ്ഞങ്ങ് കയറാം എന്ന് നിങ്ങൾ വിചാരിച്ചോ? കഴിയില്ല. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണം. സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 142-ാമത്തെ വചനം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. സൂറത്ത് ബഖറ 2-ാം അധ്യായം 214-ാമത്തെ വചനം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉണ്ടോ? ഭയപ്പാട് കൊണ്ട് ഫാസിസം വളർന്നു വരുന്നു, തീവ്രവാദം വളർന്നു വരുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രയേൽ അച്ചുതണ്ടുകൾ ലോക മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇറാഖും ചെച്ചനിയയും പലസ്തീനും കോസോവോയും ലബനാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദത്തിന്റെ ഞെരിപ്പോടുകൾ ഞെരിഞ്ഞു വരുമ്പോ അതിന്റെ പിന്നിൽ അമേരിക്കയുടെ കരമുണ്ടെന്നറിയാം. നമ്മൾ എന്താകുമെന്ന ഭീതി. നമ്മളൊന്നുമാകില്ല, നമ്മൾ ആർക്കും നക്കി തുടയ്ക്കാനാവില്ല. അതെ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാർ. വലാ തഹ്നു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ഈമാനുള്ള 20 പേർക്ക് 200 പേരെ അതിജയിക്കാം. ഈമാനുള്ള 200 പേർക്ക് 2000 അതിജയിക്കാം. മലവെള്ളപ്പാച്ചിലിൽ പാച്ചു പോകുന്ന ചപ്പു ചണ്ടികളെ പോലെ ആകാനല്ല മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ഭൂമുഖത്തേക്ക് തെരഞ്ഞെടുത്തയച്ചത്. യുവത്വം നഷ്ടപ്പെട്ടു പോയ യുവാക്കളോട് ചരിത്രത്തിന്റെ തീജ്വാലയാകേണ്ട യൗവനത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞാനും നിങ്ങളുമല്ലാതെ വേറൊരാളില്ല. ഇനിയൊരു സ്വാമി വിവേകാനന്ദൻ വരില്ല, ഇനിയൊരു ശ്രീനാരായണ ഗുരു വരില്ല, ഇനിയൊരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരില്ല, ഇനിയൊരു മഹാത്മാഗാന്ധി വരില്ല, ഇനിയൊരു ശ്രീരാമൻ വരില്ല, ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഇനി വരില്ല. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ശിർക്ക് അപങ്കുരം തുടരുന്ന ലോകം. സായിബാബയെ കുറിച്ച് മാതൃഭൂമി സ്പെഷ്യൽ സപ്ലിമെന്റിൽ ബി.ആർ. കൃഷ്ണ അയ്യർ, ബുദ്ധിജീവിയായ എഴുത്തുകാരനായ ലോകവീക്ഷണമുള്ള മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച ബി.ആർ. കൃഷ്ണ അയ്യർ പറയുകയാണ്, സായിബാബ ദൈവമല്ലെങ്കിൽ ആരാണ് ദൈവമെന്ന്. 85 വയസ്സായി വാർദ്ധക്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ വീൽ ചെയറിൽ നടന്നു വരുമ്പോഴും അത് ദൈവമാണെന്ന് പറയാൻ ബി.ആർ. കൃഷ്ണയ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബാത്റൂമിൽ വീണ് കാലിന്റെ തുടയെല്ല് പൊട്ടി അങ്ങ് ഉന്നതമായ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാൽ ഓപ്പറേഷത്തിന് വിധേയമാക്കി അനസ്തേഷ്യ നൽകി ബോധം കെട്ട് കിടക്കുമ്പോഴും സായിബാബ ദൈവമാണെന്ന് പറയാം. വിരോധമില്ല. പക്ഷേ നിങ്ങളൊന്നറിയണം, ഈ ലോകത്തിന്റെ സിട്ടാവിനെ തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമഞ്ച ദൈവതം പതിംപദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഡ്യം ക്ഷേതരോപനിഷത്തിന്റെ 6-7 സൂക്തങ്ങളാണ്. അതെ, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാ വിധേമ ഏകം സദ്ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ അവ്യക്തം വ്യക്തിമാപന്യം മാന്യന്തേ മാപബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവേയമനുത്തമം. വേദം എത്രയാ
സംസാരിച്ചിട്ടുള്ളത്. തമേശ്വരാണം പരമം മഹേശ്വരം, ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സകല ദേവീദേവന്മാരുടെയും ആ പരമാരാധ്യനായ റബ്ബ് ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മുസ്ലിം ദേശത്ത് നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമയരുത്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ വെച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. പെണ്ണിന്റെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്, ആണിന്റെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്, ആകാശത്തിലെ പർവ്വതാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്, എഴുജന്തുക്കളുടെ രൂപമുണ്ടാക്കി ദൂഷിതരാകരുത്. മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, മത്തായിയുടെ 7-ാം അധ്യായം 21-ാമത്തെ വചനം, പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, ആവർത്തനം 4-ാം അധ്യായം 17-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ വചനം. ഏകദൈവ വിശ്വാസം ഉദ്ഘോഷിച്ച ബൈബിൾ നമ്മുടെ മുമ്പിലുണ്ട്, വേദഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്, ഋഗ്വേദം നമ്മുടെ മുമ്പിലുണ്ട്, 10-ാം മണ്ഡലം നമ്മുടെ മുമ്പിലുണ്ട്, 121-ാമത്തെ ഋക്ക് നമ്മുടെ മുമ്പിലുണ്ട്, 10-ാം മണ്ഡലത്തിലെ 197-ാമത്തെ വചനം നമ്മുടെ മുമ്പിലുണ്ട്, കേനോപനിഷത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അതേ യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. വിഗ്രഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ കൈകൂപ്പി നിൽക്കുമ്പോൾ അത് ദൈവമല്ല, സാക്ഷാൽ ദൈവം, പ്രപഞ്ചത്തിന്റെ നാഥനാ. നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവൻ, സത്യാർത്ഥ പ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ലൈറ്റ് ഓഫ് ട്രൂത്ത് 12-ാമത്തെ പേജ്, 13-ാമത്തെ പേജ്, 38-ാമത്തെ പേജ്, 515-ാമത്തെ പേജ്. വിഗ്രഹാരാധനയ്ക്ക് 16 ദൂഷ്യങ്ങളുണ്ട് എന്നാണ്. വിഗ്രഹാരാധനയില്ലാത്ത കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പ് കാലിലെ കുറ്റിയും ആൽത്തറകളും മക്കബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും മനുഷ്യരും ആരാധിക്കപ്പെടാത്ത കൃമികീടങ്ങളുടെ കല്ലുമുരുടെ മൂർഖൻ പാമ്പ് മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെയുള്ള സകല ജീവജാലങ്ങളുടെയും ഏകാധിപതിയായ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആകാശ നീലിമയിലെ അത്ഭുതങ്ങൾ കണ്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബതില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ ഒരു വിശ്വാസം. നമസ്കാരത്തിന്റെ ശേഷം അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅതൈത, നീ തടഞ്ഞത് നൽകാൻ ഇല്ല, ഒരാൾക്ക് സാധിക്കില്ല. സൂറത്തു ആൽ ഇംറാനിലെ 160-ാമത്തെ വചനം, നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ലോകരാജ്യങ്ങളും ഫാസിസ്റ്റുകളും നിങ്ങളെ റാഞ്ചിയെടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഇല്ല, തൊടാൻ കഴിയില്ല. ദൗർഗുഹയിൽ ശത്രുക്കൾ വന്നു നിന്നപ്പോ അല്ലാഹു എന്റെ കൂടെയുണ്ട്, അബൂബക്കർ എന്തിന് ഭയപ്പെടണമെന്ന് ചോദിച്ച നിർഭയത്വത്തിന്റെ, മുഅ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം നിർഭയത്വമുള്ളവൻ എന്ന. ആമനഹും മിൻ ഖൗഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭയമില്ലാത്ത, നിർഭയത്വമുള്ള, സക്കീനത്തുള്ള, സമാധാനമുള്ള ഒരു അന്തരീക്ഷം. ഒരു മുസൽമാന്റെ വീട് സെക്കൻഡ് മസ്കൻ എന്നാണ് ശാന്തിഗ്രഹം. ഭാര്യയെ തല്ലാനുള്ളതല്ല, ഭാര്യയെ പ്രേരിക്കാനുള്ളതല്ല, ജീവിതത്തിൽ ടോട്ടലി പീസ്, ഇന്റർനാഷണൽ പീസ്. നിങ്ങൾക്കറിയില്ലേ, W. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വിഖ്യാതനായ ശാസ്ത്രകാരൻ, കാലില്ല, കൈയില്ല, എഴുന്നേക്കാൻ വയ്യ, എന്നിട്ടും അദ്ദേഹം ശാസ്ത്രകാരനാണ്. ഇച്ഛാശക്തി കൊണ്ട് ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള, അന്ധതയും ബധിരതയുമുള്ള ഹെലൻ കെല്ലർ, വിധോവൻ, ലോകം കണ്ട ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാ, കണ്ണു കാണാത്ത മഹാൻ, ആലു ഷെയ്ഖ്, കണ്ണു കാണാത്ത മഹാന്മാർ, ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ, വേദഗ്രന്ഥ താളുകളിലൂടെ ഉജ്ജ്വലമായ വിജയം നേടിയ മഹാന്മാർ. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം. അഫലാ യതദബ്ബറുൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? എന്താ അവർ ചിന്തിക്കാത്തത്? ഖുർആൻ ഒരു മനുഷ്യന് നൽകുന്ന സമാധാനം. അപ്പൊ നിങ്ങൾ നോക്ക്, ഭാര്യ ഇടങ്ങി നിൽക്കുന്നു, ഭാര്യ ഇടങ്ങേറാവുന്നു. ആളുകൾക്ക് എന്താ പ്രശ്നം? മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 66-ാം അധ്യായം 14-15 ഭർത്താക്കന്മാരോട് പറയാ, അന്റെ കെട്ടിയോട് ആമിന, അന്റെ ഭാര്യ സുബൈദ എനക്കൊരു പരീക്ഷണാണ് അല്ലാഹു പറയാ. ഈ അറിവില്ലെങ്കിലോ കൊണ്ടാടങ്ങ എന്നെക്കൊണ്ട് കുഴിച്ചിട്ട് വായിച്ചു എന്ന് പറയാ. അല്ല, അല്ലാഹ് ആദ്യം പറയാ എനക്കുള്ള ഒരു പരീക്ഷണാണ്. അതുകൊണ്ടോ എന്നിട്ട് ഖുർആൻ ആയത്ത് പറയുന്നറിയോ? വിട്ടുവീഴ്ച ചെയ്യ്, പൊറുക്ക്, മാപ്പാക്ക്. അള്ളാഹു നിനക്ക് മാപ്പാക്കണം നീ ആഗ്രഹിക്കില്ലേ? അപ്പൊ എന്താ അർച്ചോനെ ഭാര്യ മോശമായി പെരുമാറുമ്പോ ഉടനെ ഓർത്തോളണം,
എന്ത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എനിക്കൊരു കുരിശാന്ന്. അതുകൊണ്ട് കരുതണം, ബി കെയർഫുൾ. എന്തേ ലോകത്തെ ഇബ്ലീസ് സുബൈക്ക് ചെയ്യുന്ന ഒരു പണി എന്താ അറിയോ? സഹീഹ് മുസ്ലിമിൽ കാണാം, ഇബ്ലീസിന്റെ സിംഹാസനം കടലിലാ, വെള്ളത്തിലാ. ഇബ്ലീസിന്റെ കൂട്ടാളികൾ വന്നിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇത്ര പേരെ കള്ളുടിപ്പിക്കണം, ഇത്ര പേരെ ശിർക്ക് ചെയ്യിപ്പിക്കണം, ഇത്ര പേരെ ഡൈവേഴ്സ് ഉണ്ടാക്കണം. അതില് വൈകുന്നേരം വന്നിട്ട് പിന്നെ പിശാചുക്കൾ പറയുന്ന ഒരു ഡയലോഗ് എന്തറിയോ? ഇത്ര ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങൾ ഡൈവേഴ്സിൽ എത്തിച്ചു എന്നാ. ഇബ്ലീസിന്റെ പണി ഒന്നാമത്തേതാ, രാവിലെ തന്നെ ഒരാവശ്യമില്ലാതെ ഭാര്യയായിട്ട് ചൂടാകുക, ഒരു സമാധാനമില്ല. അതെടുത്താലും കുറ്റം, ഇതെടുത്താലും കുറ്റം, അങ്ങനെ നോക്കിയാലും കുറ്റം. പാച്ചി ഉപ്പാട്ടത് പഞ്ചസാരല്ലേ, സത്യത്തിൽ സാധു പഞ്ചസാരയായിട്ട് ഓന് തോന്നിയത് ഉപ്പ, അടിയായി അല്ലേ? അപ്പം മനസ്സിലായിക്കോളും മൂപ്പരുണ്ട് കസേരയിൽ ഇരുന്നിട്ട് BMW വന്നതാ. ആര്? ഇബ്ലീസ്. മൂപ്പരാട് ഇരിക്കുന്ന പോലെ തമ്മിൽ തെറ്റിക്കാൻ. ഈ ഒരു ഹദീസ് മനസ്സിലാക്കുന്ന ഒരുത്തൻ, ഇതാ അറിവ്, ഇതാ ഇവിടെ എനിക്കൊരു പരീക്ഷണ, ഇവിടെ ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് പുണ്യുണ്ട്, ഞങ്ങളുടെ ദാമ്പത്യത്തിന് മുന്നോട്ട് പോകും. 6 മാസം കൊണ്ട് അല്ലേ കല്യാണം കഴിച്ചിട്ട് 2 മാസം കൊണ്ട് ഡൈവേഴ്സ്. സിനിമാ നടി. എന്തേ പ്രശ്നം? അഭിനയത്തിൽ 20 കൊല്ലം ഭാര്യയായിട്ട് അഭിനയിക്കാം, 25 അഭിനയിക്കാം, സ്ക്രീനിന് മുമ്പിൽ വെറുതെ നാദി. പക്ഷെ ഭർത്താവാകാൻ എളുപ്പമല്ല, ഭാര്യയാകാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് പെണ്ണറിയണം. പെണ്ണറിയേണ്ട പ്രധാനമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്നത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ പറയുന്നത്. ക്ഷമിക്കണം. എന്താ അത്? മേലുദ്യോഗസ്ഥന്റെ രാവിലെ ഇവിടുന്ന് പോയതാ ഭർത്താവ്, പോയപ്പോ തന്നെ ബസ് കിട്ടിയില്ല, 2 ബസ് മിസ്സായി. നടന്നതാ, പക്ഷെ നീ അറിഞ്ഞിട്ടില്ല. നീ AC കുത്തിരിക്കുകയായിരുന്നു, നിന്റെ ഭർത്താവ് റോട്ടിലൂടെ നടന്നതാ. ബസ് കയറുമെന്ന് തന്നെ മറ്റോന്റെ കൈമുട്ടുകൊണ്ട് കണ്ണിന് കുത്ത് കിട്ടിയിട്ടുണ്ട്, കണ്ണിൽ ചോര വന്നിട്ട് നീ അറിഞ്ഞിട്ടില്ല. നിന്റെ ഭർത്താവ് ഓഫീസിൽ കയറി ചെന്നപ്പോ 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്, മേലുദ്യോഗസ്ഥന്റെ ചീത്ത കേട്ടിട്ടുണ്ട്, അവിടുന്ന് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷോക്ക് അടിച്ചിട്ടുണ്ട്, നീ അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ കാല് മുതൽ ശിരസ്സു വരെ ചോരയും നീരുമൊലിക്കുന്ന ചലമൊലിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, ഭാര്യമാരെ, നിങ്ങളുടെ നാവ് കൊണ്ട് അത് നക്കി തുടച്ചാൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാടാവുകയില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഭർത്താവ് ഭാര്യയോട് ചൂടായി. മുഹമ്മദ് നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി, കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി. റസൂലുള്ളാഹി പറയാ, ഭർത്താവ് ചൂടായി ഭാര്യയോട് ആവശ്യമില്ലാതെ, എങ്കിൽ പോലും ഭാര്യ ഭർത്താവിന്റെ 2 കൈകളിൽ രാത്രി ഇങ്ങനെ കൈവച്ചിട്ട്, ഭർത്താവിന്റെ കൈ ഇങ്ങനെ, ഭാര്യയുടെ കൈ അതിന്റെ മേലെ, എന്നിട്ട് ഭാര്യ പറയുന്നത്, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടല്ലാതെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ ഇന്നൊരു പോള ഞാൻ എന്റെ കണ്ണടക്കില്ല. അങ്ങനെ പറയുന്ന ഒരു ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹനിധിയായ ഭർത്താവാക്കാൻ സാധിക്കും, അല്ലേ? ഇനിയോ വിശുദ്ധ ഖുർആൻ നിങ്ങളെ പറ്റി പറഞ്ഞത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് തിരിച്ചു പോവുകയാണ്. ഓഫീസിലെ പ്രയാസം അനുഭവിച്ച് വൈകുന്നേരം 5 മണിക്ക് വിട്ട് വാഹനത്തിലെ തിരക്കിൽ നിന്ന് ക്ഷീണിച്ചവശനായി 2 കൈകളിൽ കിറ്റുമായി ഭർത്താവ് കയറി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കണം, അങ്ങനെ കയറി വരുന്ന ഭർത്താവിനെ നടയിൽ ചെന്ന് ഓടി 5 മണിക്ക് കാത്തിരുന്ന് ഭർത്താവിന് വേണ്ടി കണ്ണിലെണ്ണ കഴിച്ച് കാത്തിരുന്ന് ഓടി നടയിൽ ചെന്ന് ഭർത്താവിന്റെ കൈകളിലെ കിറ്റ് വാങ്ങി തലയിലിട്ട തട്ടം കൊണ്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തില് വിയർപ്പ് തുടച്ചുകൊണ്ട്, ഇന്നൊരുപാട് ക്ഷീണിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റി എന്റെ പ്രിയതമന്? വന്നോളൂ, വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാര്യയുടെ മനോഗതം ഡൈവേഴ്സിൽ കലാശിക്കുകയില്ല. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഖുർആനിലെ 30-ാം അധ്യായം 21-ാമത്തെ വചനം. മഗ്രിബ് ബാങ്കിനെ ഇനി ഒരു 2-3 മിനിറ്റ് ബാക്കി നിൽക്കുകയാണ്. ആ 3 മിനിറ്റും കൂടി ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ. യുവാക്കളെ, സമാധാനം ഉണ്ടാവണോ? യുവാക്കളെ, ശാന്തി ഉണ്ടാകണോ? അതിന് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് കാര്യമല്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് സമാധാനമില്ലാതെ പോയ ആളുകൾ, ഒരു ഉദാഹരണം പറയാം. പ്രോഫ്കോണിൽ മാമൻ മാപ്പിളാഹാൾ കോട്ടയത്ത് നടന്ന പ്രോഫ്കോണിലെ ഒരു അനുഭവമാണ് പറയുന്നത്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിൽ 5 ചെറുപ്പക്കാർ അവിടെ വന്നു. മദ്യവുമായിട്ടാണ് അവർ വന്നത്, വിദേശ മദ്യം. അവരടിച്ചു പൊളിച്ചതായിരുന്നു 5 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം. ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. ഇവിടുത്തെ പ്രാസംഗികർ മുഴുവനും ഈ പോയിന്റ് കേട്ടവരും അറിഞ്ഞവരുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, എന്താണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് 4 കൊല്ലം കഴിഞ്ഞ് 5-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ 5 യുവാക്കൾ വിദേശ
മദ്യത്തിനടിമകളാണ്. അവർ മദ്യവുമായിട്ടാണ് മാമൻ മാപ്പിള ഹാളിൽ വന്നത്. മാമൻ മാപ്പിള ഹാളിൽ പ്രോഫ്കോണിന്റെ ആദ്യ ദിവസത്തിലെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു പോയപ്പോ 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് അവന്റെ ഗുരുനാഥൻ പകർന്നു നൽകാത്തൊരറിവ്, ആ അറിവിതാ ഇവിടുന്ന് കൊടുക്കുകയാണ്. 3 മണിക്കൂർ കൊണ്ട് 10-20 കൊല്ലം ജീവിച്ചൊരു യുവാവ് മദ്യപാനിയായിട്ട് 3 മണിക്കൂറിന്റെ ദേവത്ത് കൊണ്ട് ഇനി ഒരിക്കലും മദ്യപിക്കില്ല എന്നിടത്തേക്ക് അവൻ തിരിച്ചു വരികയാണ്. പ്രോഫ്കോൺ കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഉമ്മമാർ സന്തോഷിക്കുന്നു, സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നു. മകൻ നിസ്കരിക്കുന്നു, എല്ലാ തമ്മാടിച്ചും ഒഴിവാക്കുന്നു, ഉമ്മയോട് മാന്യമായി പെരുമാറുന്നു. പ്രിയപ്പെട്ടവരെ, 4 കൊല്ലം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി പഠിച്ചപ്പോൾ കിട്ടാത്ത ഈ ഒരു പരിവർത്തനം എവിടെ നിന്നുണ്ടായി? അള്ളാഹുവിനെ അറിയുക വഴിയുള്ള അലാ അറിയണേ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ വിമോചനം, ഈ തത്വശാസ്ത്രം ഇത് ലോകത്തിന്റെ മുമ്പിൽ പറയാൻ അവസാനിപ്പിക്കുമ്പോൾ വളരെ സമയത്തിന്റെ കുറവുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ ഒരു പ്രസംഗം ചെയ്യാനുള്ള സമയപരിധി എനിക്കുണ്ട്. പക്ഷേ വിഷയം ഗംഭീരമായ നമ്മുടെ വിഷയം, ഒരുപാട് അർത്ഥതലങ്ങളുള്ള നമ്മുടെ വിഷയം. വിദ്യാർത്ഥികളെ, നിങ്ങളോട് ഈ മൈതാനത്ത് വന്നവരോട് ഈ പ്രസംഗം കഴിഞ്ഞ് പിരിയുമ്പോ ഇനി ഒരിക്കലും ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ പ്രവാചകനെ നിന്ദിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ പുകവലിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ട്. കാരണം ഈ ഭൂമിയെ അലങ്കാരമുള്ളതാക്കിയത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഈ സമ്പത്തിന്റെ അലങ്കാരം നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഈ ഹരിതാപമായ അവസ്ഥ നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങൾ അറിയണം, ഈ ദുനിയാവ് ഒരു വിനോദമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ തിന്മ ചെയ്യുന്നവരെ കൈപിടിക്കാൻ, അവരെ ഉപദേശിക്കാൻ, സ്നേഹിക്കാൻ. മോനെ, ഇത് അപകടമാണ്. യുവാക്കളെ, ഇത് അപകടമാണ്. യുവതികളെ, നിങ്ങളുടെ വേഷവിധാനം അപകടമാണ്. വ്യഭിചാരം വിളിച്ചു വരുത്തുന്ന, വേശ്യാവൃത്തി വിളിച്ചു വരുത്തുന്ന, ബലാത്സംഗം വിളിച്ചു വരുത്തുന്ന 3 വയസ്സായ പെൺകുട്ടിയെ പോലും യുവാക്കൾ കയറി പിടിക്കുന്ന പരിതാവസ്ഥയിലേക്ക് വസ്ത്രം മാറിപ്പോയ കാലഘട്ടം. സമാധാനമില്ലാത്ത അന്തരീക്ഷം. സമാധാനം വേണോ എങ്കിൽ മനസ്സിന്റെ സമാധാനമാണ്. സമ്പത്തിന്റെ അഭിവൃദ്ധിയല്ല, മനസ്സിന്റെ സമാധാനമാണ് യഥാർത്ഥമായ സമാധാനം. അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം കേരളത്തിൽ ഒരു ചരിത്രമാവട്ടെ, ഇന്ത്യയിൽ ഒരു ചരിത്രമാവട്ടെ, ആയിരങ്ങൾക്ക് മോക്ഷത്തിന്റെ സന്ദേശം പകരട്ടെ. മഗ്‌രിബിന് ശേഷം അനവരതം വരുന്ന ഹുസൈൻ സലഫിയുടെ പ്രസംഗം ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തീരട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഇതൊരു വിമോചന തത്വശാസ്ത്രമായി തീരട്ടെ. ഇതര മതവിശ്വാസികൾക്ക്, ആദർശാളുകൾക്ക് ഇതൊരു വിമോചനത്തിന്റെ ദർശനമായി തീരട്ടെ. നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, കോളേജുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ഓഫീസുകളിൽ, സർക്കാർ ഉദ്യോഗങ്ങളിൽ, പ്രധാനമന്ത്രി പദങ്ങളിൽ, മുഖ്യമന്ത്രിമാരുടെ പദങ്ങളിൽ മൂസാ നബി കയറി ചെന്ന പോലെ, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ഇബ്രാഹിം നബി കയറി ചെന്ന പോലെ, അബൂജഹലിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ മുഹമ്മദ് നബി കയറി ചെന്ന പോലെ പ്രകാശകിരണങ്ങളുമായി ലോകത്തിന്റെ മോക്ഷത്തിന് വേണ്ടി കയറി ചെല്ലുക സമൂഹമേ, യുവാക്കളെ. യൗവനത്തെ ചരിത്രത്തിന്റെ തീജ്വാലയാക്കി മാറ്റുക. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറിവ് സമാധാനത്തിന്. MSM കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് 2011 ജനുവരി 7, 8, 9 തീയതികളിൽ കോട്ടയ്ക്കലിൽ. വിദ്യാർത്ഥി മനസ്സുകളിൽ ധർമ്മചിന്തയും മതബോധവും പകർന്നു നൽകി നന്മയുടെ 40 സംവത്സരങ്ങൾ പിന്നിട്ട മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM സംഘടിപ്പിക്കുന്ന അറിവ് സമാധാനത്തിന്